ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന, നിങ്ങൾക്കായി ഭൂമിയിൽ ജനിപ്പിച്ചതല്ല, നിങ്ങൾക്കായി ഈ ഭൂമിയിൽ ജനിച്ച ദൈവപുത്രൻ്റെ തിരുപ്പിറവിയെ, ജനനത്തെ നാം ഓർക്കേണ്ടത് വളരെ ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ. അപ്പോസ്തലനായ പൗലോസ് താൻ ശൗലായിരുന്ന സമയത്ത്, താൻ സഭയെ ഉപദ്രവിച്ചും മുടിച്ചും കൊണ്ട് നടന്ന സമയത്ത്, അധികാരപത്രങ്ങൾ കയ്യിലേന്തിക്കൊണ്ട് താൻ വാഹനമൃഗത്തിൻ്റെ മുകളിൽ യാത്ര ചെയ്ത സമയത്ത്, അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം 5-ാം വാക്യത്തിനകത്ത്, സൂര്യനേക്കാൾ വെല്ലുന്ന ഒരു വലിയ വെളിച്ചം തൻ്റെ കണ്ണിലടിച്ച് താൻ വാഹനമൃഗത്തിൽ നിന്ന് നിലത്ത് വീണ് കിടക്കുമ്പോൾ ശൗൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്: നീ ആരാകുന്നു കർത്താവേ? ഈ ചോദ്യം ഈ ക്രിസ്മസ് ദിനത്തിൽ ഏറ്റവും പ്രസക്തിയുള്ള ഒന്നാണ്. നീ ആരാകുന്നു കർത്താവേ? യേശു ആരാണ്? യേശു ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു മതം സ്ഥാപിക്കുവാൻ, ഒരു മതസ്ഥാപകനായിട്ടല്ല. യേശു ഏതെങ്കിലും ഒരു സംഘടനയുടെയോ സഭയുടെയോ ഒരു വിഭാഗത്തിൻ്റെയോ വക്താവല്ല. വേദപുസ്തകം രേഖപ്പെടുത്തുന്നു, യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തിരിക്കുന്നു. പൗലോസ് ശ്ലീഹ പറയുന്നു, അതിൽ യഹൂദനെന്നില്ല, അതിൽ യവനനെന്നില്ല, അതിൽ എബ്രായനെന്നില്ല, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുവാനിടയായിത്തീരും. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ച ഈ മനുഷ്യൻ സൂര്യനെ വെല്ലുന്ന പ്രഭാകിരണങ്ങൾ തൻ്റെ കണ്ണിലടിച്ചിട്ട് തനിക്ക് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് തോന്നുമാറ് വാഹനമൃഗത്തിൽ നിന്ന് നിലത്ത് വീണ് കിടന്നുകൊണ്ട് ആയുധം വെച്ച് കീഴടങ്ങിയ ആ മതതീവ്രവാദിയായ തർസോസുകാരനായ ശൗൽ ചോദിക്കുകയാണ്, ഹൂ യു ആർ ലോർഡ്? നീ ആരാകുന്നു കർത്താവേ? ഈ ചോദ്യം ചോദിച്ച മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യനല്ല. ആ മനുഷ്യൻ ഉന്നത കുലജാതനാണ്, സർവകലാശാല ബിരുദധാരിയാണ്, വമ്പൻ താർക്കികനാണ്. ഫിലിപ്പിയർ 3:5 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ. ഇങ്ങനെ ഒരുപാട് വിശേഷതകളുള്ള ജീവിതാനുഭവങ്ങളുള്ള ഒരു വ്യക്തിയാണ് നിലത്തു വീണ് കിടന്ന് ആയുധം വെച്ച് കീഴടങ്ങി ആ സർവശക്തനായ ദൈവത്തിൻ്റെ മുഖത്തേക്ക്, യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുന്നത്, നീ ആരാകുന്നു കർത്താവേ? പക്ഷേ ഈ ആയുധം വെച്ച് കീഴടങ്ങി കിടക്കുന്ന ഈ മനുഷ്യനില്ലേ, ഈ ശൗൽ എന്ന് പറയുന്ന വ്യക്തിത്വം, നീ ആരാകുന്നു കർത്താവ് എന്ന് ചോദിച്ച യേശു കർത്താവില്ലേ, 33.5 വർഷം വരെ ഈ ഭൂമിയിൽ താൻ ജീവിച്ചുള്ളൂ. 33.5 വയസ്സിൽ തൻ്റെ ജീവൻ മാനവകുലത്തിൻ്റെ പാപവിമോചനത്തിനായും ശാപവിമുക്തിക്കായും നിത്യരക്ഷയ്ക്കായും വീണ്ടെടുപ്പിനായും താൻ നൽകുവാൻ ഇടയായിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, അന്നത്തെ കാലത്ത് 150-ലധികം കിലോമീറ്ററിൽ കൂടുതൽ യേശു യാത്ര ചെയ്തിട്ടില്ല. യൂണിവേഴ്സിറ്റി ബിരുദങ്ങളോ സർട്ടിഫിക്കറ്റുകളോ ഇല്ല, പറയത്തക്ക നിലകളിൽ ഒന്നും തന്നെയില്ല. എന്നാൽ ലോകത്തിൻ്റെ 5 വൻകരകളിലുമുള്ള സമസ്ത പ്രായക്കാരും ആരാധിക്കുന്ന, വിശ്വസിക്കുന്ന ഏകനാമം, 2000-ലധികം തലമുറകൾ ആരാധിച്ച, ഇന്നും ആരാധിക്കുന്ന ആരാധ്യനായ, ആരിലും ഉന്നതനായ യേശു എന്ന നാമം. ആ നാമം ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിലും ദേശങ്ങളുടെ മേളിൽ, കുടുംബങ്ങളുടെ മേളിൽ, സഭകളുടെ മേളിൽ, അവനിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മേളിൽ ഉയർന്നു നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവങ്കിലേക്ക് നോക്കിയവർ ആരും ലജ്ജിതരായിട്ടില്ല. അവർ പ്രകാശിതരായി, അവർ എന്നേക്കും പ്രശോഭിക്കുന്നവരായി തീർന്നു. എന്തിനു വേണ്ടിയാണ് ദൈവം മനുഷ്യനായി, വേഷത്തിൽ മനുഷ്യനായി, എന്നെയും നിങ്ങളെയും പോലെ മനുഷ്യനായി ഈ ഭൂമിയിൽ ഒരു ഗർഭപാത്രത്തിനകത്ത്, ഒരു സ്ത്രീയുടെ അകത്ത് പരിശുദ്ധാത്മാവിനാൽ ജനനം സ്വീകരിച്ചത്? വേദപുസ്തകത്തിൽ എബ്രായർ 2:14-15 വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും അവൻ വിടുവിച്ചു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആയതുകൊണ്ട്, ഞാനും നിങ്ങളും ജഡവും രക്തവുമുള്ള മനുഷ്യർ ആയതുകൊണ്ട്
ആയതുകൊണ്ട് അവനും യേശുവും നമ്മെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. അതാണ് ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായി കിടന്നവരെയൊക്കെയും അവൻ വിടുവിച്ചു. അതുകൊണ്ട് ഈ ക്രിസ്മസ് ദിനത്തിൽ നിങ്ങൾ ഏതെങ്കിലും പാപത്തിന് അടിമപ്പെട്ട് കിടക്കുന്നെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും രോഗത്തിന് അടിമപ്പെട്ട് കിടക്കുന്നെങ്കിൽ, നിങ്ങൾ വളരെ ദുഃഖിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൂതൻ ആട്ടിടയരോട് പറഞ്ഞതെന്താ? സർവ്വലോകത്തിനും ഉണ്ടാകുവാനുള്ള സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് ഗ്രേറ്റ് ജോയിയാണ്, മഹാസന്തോഷമാണ്. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് ദുഃഖത്തിലും പ്രയാസത്തിലും ഭാരത്തിലും വേദനയിലും ആണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ, യേശു ഈ ഭൂമിയിൽ ജനിച്ചത്, ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്, ഈ ഭൂമിയിൽ 33.5 വർഷം ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത് നിങ്ങൾ ദുഃഖിക്കുവാൻ വേണ്ടിയല്ല, നിങ്ങൾ തകരുവാൻ വേണ്ടിയല്ല, നിങ്ങൾ പരാജിതരാകാൻ വേണ്ടിയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ആ സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയാണ്, ആ സമാധാനം ഉണ്ടാകാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്ത് നിങ്ങളെ ഭരിക്കുന്ന എല്ലാ ഭയത്തിൻ്റെ ദുരാത്മാക്കളും നിങ്ങളെ വിട്ടുമാറണം. കാരണം യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട്, ഞാനും നിങ്ങളും ജഡവും രക്തവുമുള്ള മനുഷ്യരായതുകൊണ്ട്, അവനും നമ്മെ പോലെ, ആ വേർഡ് ഭയങ്കര ശക്തമാണ്, അവനും നമ്മെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി തൻ്റെ മരണത്താൽ മരണാധികാരിയായ പിശാചിനെ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ കിടന്ന അടിമകളായി കിടന്നവരെ ഒക്കെയും അവൻ വിടുവിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ അവൻ പകുതി ദൈവവും പകുതി മനുഷ്യനുമായിരുന്നില്ല. ഒരു ഭാഗത്ത് അവൻ സമ്പൂർണനായ ദൈവമായിരുന്നു, മറുഭാഗത്ത് അവൻ മനുഷ്യപുത്രനായിരുന്നു, മനുഷ്യനായിരുന്നു. മനുഷ്യപുത്രനായിരുന്നത് കൊണ്ടാണ് മനുഷ്യരെ പോലെ അവന് വിശന്നത്, നമ്മെപ്പോലെ അവന് ദാഹിച്ചത്, നമ്മെപ്പോലെ അവൻ കരഞ്ഞത്, നമ്മെപ്പോലെ അവന് ദേഷ്യമുണ്ടായത്, നമ്മെപ്പോലെ നമ്മുടെ കർത്താവ് നിലവിളിച്ചത്. എന്നാൽ മറുഭാഗത്ത് അവൻ ദൈവം ആയിരുന്നത് കൊണ്ടാണ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയത്, കൂനയായ സ്ത്രീയെ നിവർത്തിയത്, തിമായുടെ മകനായ ബർത്തിമായുടെ കണ്ണുകൾക്ക് കാഴ്ച കൊടുത്തത്, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കിയത്, കടലിൻ്റെ മുകളിലൂടെ നടന്നത്, മരിച്ചവരെ അവൻ ഉയർപ്പിച്ചത്, ഊമരെ അവൻ സംസാരിപ്പിച്ചത്, ഭൂതങ്ങളെ അവൻ പുറത്താക്കിയത്, മരണത്തെ അവൻ ജയിച്ചത്, ഉയർത്തെഴുന്നേറ്റത്, സ്വർഗാരോഹണം ചെയ്തത്, ഇതെല്ലാം അവൻ ദൈവമായിരുന്നത് കൊണ്ടാണ്. ഒരു ഭാഗത്ത് അവൻ പൂർണ്ണനായ ദൈവവും മറുഭാഗത്ത് അവൻ പൂർണ്ണനായ മനുഷ്യനുമായിട്ടാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആയതുകൊണ്ട്. എന്നാൽ ഇനി കർത്താവ് മടങ്ങി വരുന്നത് രാജാതിരാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനുമായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ചിലര് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, യേശു അല്പം ദൈവവും അല്പം മനുഷ്യനുമാണെന്ന്. അങ്ങനെയല്ല കൊലോസ്യരിൽ പറയുന്നത്. കൊലോസ്യർ 2:9 എഴുതിയിട്ടുണ്ട്, അവനിലല്ലോ, യേശുവിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും, യേശു സമ്പൂർണനായ ദൈവം, പരിപൂർണനായ ദൈവം, യേശു കർത്താവ്. ഹല്ലേലൂയ! എല്ലാ മുട്ടും അവൻ്റെ നാമത്തിൽ മടങ്ങും, എല്ലാ നാവും യേശുവിനെ കർത്താവ് എന്ന് വായി കൊണ്ട് ഏറ്റുപറയുമെന്ന് ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. കാരണം അവൻ ശലോമോനേക്കാൾ വലിയവനാണ്. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 42-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, യേശു കർത്താവ് ശലോമോനേക്കാളും വലിയവൻ. ശലോമോൻ്റെ ജ്ഞാനവും പ്രതാപവും ഭരണവും ഒക്കെ തകർന്നു, ശലോമോൻ മരിച്ചു. പക്ഷേ യേശു കർത്താവ് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. യേശു കർത്താവ് മോശയേക്കാൾ വലിയവൻ എന്നാണ്
തിരുവെഴുത്തുകളിൽ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മോശ ഇസ്രായേൽ ജനതയുടെ മാത്രം വിമോചകനായിരുന്നെങ്കിൽ യേശുക്രിസ്തു മാനവകുലത്തിൻ്റെ മുഴുവൻ വിമോചകനാണ്. മോശ ദൈവിക ദർശനം ലഭിച്ചവനായിരുന്നെങ്കിൽ യേശുക്രിസ്തു ദൈവത്തോടു കൂടെ ദൈവമായി ഇരുന്നവനാണ്. മോശ വിളിക്കപ്പെട്ടവനായിരുന്നുവെങ്കിൽ യേശുക്രിസ്തു ദൈവത്താൽ അയക്കപ്പെട്ടവനായിരുന്നു. മോശ ഒരു പ്രവാചകനായിരുന്നുവെങ്കിൽ യേശുക്രിസ്തു പ്രവാചകനേക്കാൾ വലിയവനായിരുന്നു. മോശ ഇസ്രായേലിലെ കനാനിലേക്ക് നയിച്ചുവെങ്കിൽ യേശുക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്നവരെ തൻ്റെ രക്തത്താൽ വിമോചനം സ്വീകരിച്ച മാനവകുലത്തെ മുഴുവൻ നിത്യതയിലേക്ക്, സ്വർഗത്തിലേക്ക് നയിച്ച വിമോചകനായിരുന്നു. മോശ സൃഷ്ടിയായിരുന്നുവെങ്കിൽ യേശുക്രിസ്തു സ്രഷ്ടാവാണ്. മോശ ഭൃത്യനാണെങ്കിൽ യേശുക്രിസ്തു പുത്രനും അവകാശിയുമാണ്. മോശ ഭവനം ചമച്ചവനല്ല. ബൈബിൾ പറയുന്നു ക്രിസ്തു ഭവനം ചമച്ചവനാണ്. മോശ മരിച്ചു, ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. മോശ യേശുവിനെ സന്ദർശിച്ചു ഈ ഭൂമിയിൽ. ക്രിസ്തുയേശു മോശ തുടങ്ങി സകല പ്രവാചകന്മാരെയും പാതാളത്തിൽ നിന്ന് ഉദ്ധരിച്ചു. അവൻ മോശയേക്കാൾ വലിയവൻ. യേശുക്രിസ്തു ദാവീദിനേക്കാൾ വലിയവൻ. യേശുക്രിസ്തു യാക്കോബിനേക്കാൾ വലിയവൻ. യേശുക്രിസ്തു അബ്രഹാമിനേക്കാൾ വലിയവൻ. യേശുക്രിസ്തു യോശുവായേക്കാൾ വലിയവൻ. യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ വലിയവൻ. യേശുക്രിസ്തു സകലത്തിലും വലിയവൻ. ആ വലിയവനായ സർവശക്തനായ യേശു കർത്താവിൻ്റെ ജനനമാണ് നമ്മളെന്ന് ഓർക്കുന്നത്. അതുകൊണ്ടാണ് ആട്ടിടയന്മാർ യേശു കർത്താവിൻ്റെ ജനനത്തെ അറിഞ്ഞുകൊണ്ട് പൊന്നും മൂറും കുന്തിരുക്കവുമായി യേശു കർത്താവിൻ്റെ അടുക്കൽ വന്നത്. യേശു രാജാവായിരുന്നു, യേശു പ്രവാചകനായിരുന്നു, യേശു പുരോഹിതനായിരുന്നു, യേശു കർത്താവ് ദൈവമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ ആ ദേവാദിദേവൻ, കർത്താതികർത്തൻ, രാജാതിരാജാവായവൻ, സർവ്വലോകത്തിൻ്റെയും മഹാസന്തോഷം, വീണ്ടെടുപ്പുകാരൻ, രക്ഷകൻ, മോശയേക്കാൾ വലിയവൻ, ശലോമോനേക്കാൾ വലിയവൻ, യാക്കോബിനേക്കാൾ വലിയവൻ, ദൂതന്മാരെക്കാൾ വലിയവൻ, പ്രവാചകനേക്കാൾ വലിയവൻ, ഈ ലോകത്തിലെ എല്ലാ നാമങ്ങൾക്കും മേലായ നാമമുള്ള, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന ആ യേശു കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ജനിക്കുവാനിടയാകട്ടെ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു കേവലം ഒരു കാഴ്ച വസ്തുവായി തീരരുത്. ക്രിസ്തു കേവലം ഒരു ആഘോഷമായി മാറരുത്. ഈ ക്രിസ്മസ് ദിനത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവായ യേശുവേ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. എൻ്റെ ഹൃദയത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. അങ്ങ് രാജാതിരാജാവും കർത്താതികർത്താവുമാണ്. എൻ്റെ ഹൃദയത്തെ, എൻ്റെ ജീവിതത്തെ ഞാൻ അങ്ങയ്ക്കായി സമർപ്പിക്കുകയാണ്. എന്നെ മുറ്റുമായി ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുകയാണ്. പാപവിമോചകനായവനെ, രോഗസൗഖ്യം നൽകുന്നവനെ, നിത്യജീവൻ നൽകുന്നവനെ, നിത്യസമാധാനം നൽകുന്നവനെ, അത്ഭുത മന്ത്രിയെ, വീരനായ ദൈവമേ, നിത്യപിതാവേ, സമാധാനത്തിൻ്റെ പ്രഭുവേ, എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഈ ക്രിസ്മസ് ദിനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശോഭയുള്ളതായി, പ്രയോജനമുള്ളതായി, പ്രകാശമുള്ളതായി, എഴുന്നേറ്റ് പ്രകാശിക്കുന്ന ദിനമായി, പ്രയോജനമുള്ളൊരു ദിവസമായി മാറുവാനിടയായിത്തീരും.